വെൽക്കം ടു സഫാസ് ഹോം ലാബ്. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബദാം പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫുഡിന് ശേഷം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗാണിത്. അതിനാവശ്യമായ സാധനങ്ങൾ: മിൽക്ക്, എന്നോട് 5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് 15 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ്ഡ് മിൽക്ക് 200 ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പഞ്ചസാര 1/2 കപ്പ്, അതായത് ഏകദേശം 6 സ്പൂണോളം വരും. ബദാം എസൻസ് ഇതൊരു 4 ഡ്രോപ്പൊക്കെ മതിയാവും. ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. അതും ഒരു 3-4 ഡ്രോപ്സ് മതിയാവും. പിന്നെ വെള്ളം. പിന്നെ വേണ്ടത് ബദാമാണ്. ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തും കണ്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ചൈന ഗ്രാസ് നമുക്കൊരു ബൗളിലെടുക്കാം. അത് എന്നിവിടെ 15 ഗ്രാമോളം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ചൈന ഗ്രാസ് മാർക്കറ്റിലൊക്കെ വളരെയധികം സുലഭമാണിപ്പോൾ. നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് കുതിർത്താൻ വെക്കാം. ഒരു അരമണിക്കൂറോളം ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1-2 ഗ്ലാസ് വെള്ളം, അതായത് മൂടി നിൽക്കണം അത്രയും വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇതൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അല്ല വല്ല അഴുക്കുണ്ടെങ്കിൽ പോയിക്കോട്ടെ എഴുതിയിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. അടുപ്പിലൊരു പാത്രം വെച്ച് നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാണ് വേണ്ടത്. കണ്ടൻസ്ഡ് മിൽക്കിൽ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാലിൽ മധുരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാലൊന്ന് തിളക്കാനാകുമ്പോൾ മറ്റേ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലോട്ട് ചൈന ഗ്രാസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആവണം. നേരത്തെ വെച്ച പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റോളൊക്കെ പിടിക്കും നന്നായിട്ട് ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വരാൻ. കട്ടയിട്ടാൽ നോക്കണം, നേരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൂട് കൊടുക്കണ വേണം നമുക്കിത് പാലിലോട്ട് ഒഴിക്കാൻ. പാലും ചൂട് വേണം, ചൈന ഗ്രാസ് നല്ല ചൂട് വേണം. ചൈന ഗ്രാസ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ കട്ടായി പിടിക്കും. അപ്പം അതിന് മുമ്പ് വേഗം അത് പാലിലോട്ട് ഒഴിക്കണം. ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം
അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിക്കാം. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് മേടിച്ചത്. അത് നമുക്ക് ഫുള്ളായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആ ചൈന ഗ്രാസ് ഇപ്പം തന്നെ കട്ട പിടിക്കും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലുണ്ടെങ്കിൽ അതുകൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 3-4 ഡ്രോപ്സ് ബദാം എസൻസ് കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് നല്ലൊരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. നമുക്ക് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ബബിൾസ് വന്നതായിട്ട് കാണാം. നമുക്ക് അത് വേണമെങ്കിൽ സ്പൂൺ വെച്ചിങ്ങാണ്ട് അത് അവിടുന്ന് എടുത്ത് കളയാം. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ സ്പൂൺ വെച്ചിങ്ങാണ്ട് എടുത്ത് കളയുന്നതാവും നല്ലത്. വീട്ടിൽ ഉള്ള സമയത്താണെങ്കിൽ വീട്ടിൽ ഉള്ളവർക്ക് മാത്രമാണെങ്കിൽ അതിൻ്റെ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് അത് എടുത്ത് കളയാം. ഒരു 2-3 മണിക്കൂർ വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടത്. ഞാനിവിടെ ബദാം ക്രഷ് ചെയ്തിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബദാം കിട്ടിയിട്ടില്ലെങ്കിൽ വല്ല നട്ട്സ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യുക. ഇനി അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. ഇത് കുറച്ചെടുക്കാം. നമ്മുടെ ബദാം പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.